വർഷങ്ങൾക്ക് മുമ്പ് മുംബൈയിൽ ഒരു സിനിമയുടെ സ്ക്രീനിംഗ് നടക്കുകയാണ്. മഹാനായ എഴുത്തുകാരൻ MT എഴുതിയ സിനിമയാണ്. സിനിമയുടെ സ്ക്രീനിങ്ങിന് ശേഷം ഷമ്മി കപൂർ പോലെ വലിയ നടന്മാരുള്ള വേദിയിൽ വെച്ച് MT പറഞ്ഞു, സാധാരണയായി ഞാൻ എഴുതി വയ്ക്കുന്നത് പെർഫോം ചെയ്യുന്ന ആളാണ് നടൻ. ഞാൻ എഴുതി വയ്ക്കുന്നതിന് മുകളിൽ പെർഫോം ചെയ്യുന്ന ആൾ മഹാനടനാണ്. ആ മഹാനടൻ സാക്ഷാൽ മോഹൻലാലാണ്. ലാലേട്ടൻ തൻ്റെ പുതിയ സിനിമയായ മലൈക്കോട്ട വാലിബിനെ പറ്റി സംസാരിക്കാൻ നമ്മോടൊപ്പം ചേരുന്നു. കൂടെ വാലിബിൻ്റെ ഫുൾ ടീമുമുണ്ട്. നമസ്കാരം. നമസ്കാരം. ഫുൾ ടീമില്ല, ഒരുപാട് പേര് മിസ്സിംഗ് ആണ്. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിക് പ്ലഷർ ഉണ്ടല്ലോ നമുക്കൊരു സിനിമ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലഭിക്കുന്നത്. ഇപ്പോൾ കാലാപാനി എന്ന സിനിമയുടെ അകത്ത് ലാലേട്ടൻ ഷൂ നക്കുന്നുണ്ട്. അത് കണ്ടിട്ട് അമരീഷ് പുരി പൊട്ടി കരയായിരുന്നു. ഇന്ത്യയിൽ ഒരു നടനും ഇതുപോലെ ചെയ്യില്ലല്ലോ എന്നുള്ളത്. അത് ആ ക്രാഫ്റ്റിനോടുള്ള പാഷൻ കാരണം മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. മലൈക്കോട്ട വാലിബനിൽ ഒരു സംതൃപ്തി, ഒരു ആർട്ടിസ്റ്റിക് പ്ലഷർ എന്ന രീതിയിൽ സദയം പോലെ, വാനപ്രസ്ഥം പോലെ അങ്ങനെ ഒന്ന് മലൈക്കോട്ട വാലിബൻ എന്ന് പറയാൻ പറ്റും. നമുക്കൊരു ക്രിയേറ്റീവ് ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ എല്ലാത്തിലും നമുക്കത് കിട്ടും. അതിൻ്റെ തോത് കുറഞ്ഞും കൂടിയിരിക്കുന്നുള്ളതാണ്. പിന്നെ ആ ഒരു സിനിമ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാര്യങ്ങൾ നമ്മളങ്ങ് മറന്നു പോകും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉത്തരം പറയുന്നത്. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കാറില്ല. പണ്ട് കാലങ്ങളിൽ ഇത്തരം ഇൻ്റർവ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. നമുക്ക് പുതിയ കാലഘട്ടത്തിലേക്ക് വന്നപ്പോഴാണല്ലോ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കൊരു പ്ലഷർ എന്ന് പറയുന്നത് ആ സിനിമ കാണുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ സിനിമ പിന്നെ അതൊരു സക്സസ്ഫുള്ളാകുമ്പം നമുക്കൊരു സന്തോഷം ഉണ്ടാകും. ആ സന്തോഷം ക്യാരി ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് നമ്മൾ അടുത്ത സിനിമയിലേക്ക് പോകും. ഞാനിപ്പോൾ നാളെ 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ പോകുന്നത് എമ്പുരാൻ എന്നുള്ള സിനിമയിലേക്കാണ്. ഞങ്ങൾ ഇപ്പോൾ UK അതിൻ്റെ ഷൂട്ടിംഗ് നടക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. മലൈക്കോട്ട വാലിബൻ എന്ന് പറയുന്ന ആൾ ഇവിടെ ഉണ്ടാവും. അങ്ങനെയാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മളൊരു പാക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ഈ ഡബ്ബിങ്ങൊക്കെ കഴിയുമ്പോൾ അതിനൊരു സന്തോഷമുണ്ടാകും. നമ്മൾ നല്ലൊരു സിനിമ, നമ്മളെക്കാളും കൂടുതൽ നമ്മുടെ കൂടെ നിന്ന് എല്ലാവരും ആ സിനിമയുടെ ഭാഗമായി നന്നായിട്ട് വന്നല്ലോ എന്നുള്ളൊരു സംതൃപ്തി ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലൊരു സംതൃപ്തി നൽകുന്ന സിനിമ തന്നെയാണ് മലൈക്കോട്ട വാലിബൻ. കാര്യം കൂടെയുള്ള എല്ലാവരും, ഇപ്പം മനോജ് ആയാലും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരുപാട് പുതിയ ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ അതിലെല്ലാം ഒരു സിനിമ നന്നാകണമെങ്കിൽ എല്ലാം നന്നാകണം. അതിൻ്റെ ക്യാമറ നന്നാകണം, പാട്ടുകൾ നന്നാകണം, അതിൻ്റെ പശ്ചാത്തല സംഗീതം നന്നാകണം, ആർട്ട് ഡയറക്ഷൻ നന്നാകണം, അതിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ ഭാഗ്യം വേണം, എല്ലാവരും വേണം. അപ്പോൾ അത് ഈ പ്രൊഡ്യൂസറുടെ ഭാഗ്യം ഒഴിച്ച് ബാക്കി എല്ലാം ഇപ്പോൾ കറക്റ്റാണ്. ആ ഭാഗ്യം ഉണ്ടാകുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. ആ സിനിമ നന്നായിട്ട് വരണം. അങ്ങനെ ഇത്തരം സിനിമകൾ ഒരു റെവലേഷനാണ്, ഒരു വെളിപാട് ഉണ്ടാക്കാൻ സാധിക്കുന്ന സിനിമയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ശിവ സാർ, ഇപ്പോൾ ലാലേട്ടൻ എന്നൊരു പ്യുവർ സോൾ ഉണ്ട്, നമുക്ക് പലർക്കും അറിയാത്ത. ഇപ്പോൾ അറിവ് ശരിയാണ്, ഇപ്പോൾ ലാലേട്ടൻ്റെ ആദ്യത്തെ റെമ്യൂണറേഷൻ ലാലേട്ടൻ കാണുന്നൊരു അനാഥാലയത്തിന് ഡൊണേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നേരിൻ്റെ സക്സസ് ലാലേട്ടൻ ആഘോഷിക്കുന്നത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആരാധകരായിട്ടാണ്. ഈ ഒരു പ്യുവറസ്റ്റ് സോളായിട്ടുള്ള ഒരു ലാലേട്ടനെ എത്രമാത്രം ഫ്രണ്ട്ഷിപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്? അതൊന്നും നമുക്ക് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, വാക്കുകൾ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഒരു ജേർണി, 40 വർഷത്തെ ഇവിടെ എത്തുന്ന ജേർണിയിൽ അതിങ്ങനെ ദൃഢമായി ഞാൻ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ പരസ്പരം സുഹൃത്തുക്കളാണെങ്കിലും ഓരോ തവണ കാണുമ്പോഴും എന്നെ വിസ്മയിപ്പിക്കുന്ന ആ സ്വഭാവവിശേഷങ്ങൾ ഞാൻ ലാലിൽ കണ്ടിട്ടുണ്ട്. ഞാനത് ഏറ്റവും പറയുന്നത്, നമ്മളിപ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരാളുമായിട്ട് ഞാൻ ചെല്ലുന്നു, ലാലിനെ പരിചയപ്പെടുത്തുന്നു. അയാൾ അന്ന് പോകുന്നത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മോഹൻലാൽ എന്നുള്ളത്. അങ്ങനെ ഒരു സംതൃപ്തി കൊടുക്കാൻ നമുക്ക് അതെല്ലാം ചെയ്യാനൊക്കെ തുടങ്ങും. എന്നെക്കുറിച്ച് വലിയ ജാടയാഹങ്കാരമാണെന്ന് പലരും പറയുന്നുണ്ട്. അതെൻ്റെ സ്വഭാവത്തിൻ്റെ ഇതാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് അവിടെയൊക്കെയാണ് ഞാനിത് കാണുന്ന ആ സ്വഭാവത്തിൻ്റെ സവിശേഷത. ആ ഒരു വന്നു പോകുന്ന ലാലുമായിട്ട് പരിചയപ്പെടുന്ന സംസാരിക്കുന്ന ഒരാൾക്ക് ഇത് എന്നേക്കുമായി കിട്ടിയ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള നിലയിലേക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടി എന്നുള്ളൊരു ഫീലോട് കൂടി പോകുന്നത് അതൊരു അപൂർവം വ്യക്തിത്വങ്ങളിൽ കിട്ടുന്ന ഒരു കഴിവാണ്. അതാണ് ഞങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബട്ട് ആ ജേണിയിൽ എത്രയോ അതിമനോഹരമായ സന്ദർഭങ്ങൾ, യാത്രകൾ, അതെല്ലാം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്.